ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഒരു CV ഉണ്ടാക്കുക എന്നുള്ളത്. അടിപൊളി ഒരു CV. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ടീച്ചർ CVs ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഏത് CV അക്സെപ്റ്റ് ചെയ്യും കേട്ടോ, പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടും. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ CV പിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ടേംസും കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസ് ഉണ്ടല്ലോ, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ CVനെ പെട്ടെന്ന് തന്നെ ഹയർ ചെയ്യുന്നവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ ഒരു 5000 CV നമുക്ക് ഒരു ഹയർ ചെയ്യുന്ന HR കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, മാനേജ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. സോ അവർ അതിൽ നിന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് ഒരു 500 CV മാത്രമേ പിക്ക് ചെയ്യുള്ളൂ. ആ CVയിൽ നമ്മുടെ CV വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സോ അങ്ങനെ ഒരു CV ആണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് മാച്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ CV ഇങ്ങനെയാണോ അല്ലയോ എന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലും അടിപൊളിയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊടുത്തിട്ട് ഇതിൻ്റെ അത് എക്സ്പേർട്ട് ആയവരെ കൊണ്ട് CV ഉണ്ടാക്കിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു CV ആണ്. സോ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ CVയുടെ ഫസ്റ്റ് പേജ്. ഇതിൻ്റെ അകത്ത് മുകളിൽ ഫിസിക്സ് ഓർ സയൻസ് ടീച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ QR കോഡാണ് കൊടുത്തത്, ഞാൻ കാണിക്കുന്നില്ല. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്താൽ കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. MSc Space and Science B.Ed, 4 years of experience in UAE, curriculum experience in UK and CBSE, MO equivalency, TLS qualified cycle to spouse visa. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം UAE നിന്ന് വരുന്നൊരു കോള് HR ഇൻ്റർവ്യൂ ആയിരിക്കും. HR ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻസ്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു. എക്സ്പീരിയൻസ് എത്രയുണ്ട് എന്നുള്ളത് അവർ ചോദിക്കാറുണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തു. പിന്നെ ഏതൊക്കെ കരിക്കുലത്തിലാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തു. പിന്നെ അതുപോലെ ഇക്വലൻസി ഉണ്ടോ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. സോ അതുകൊണ്ടിട്ട് ഞാൻ അതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. TLS ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. UAEയിൽ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ TLS എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇതാണ് ടീച്ചേഴ്സ് ലൈസൻസിങ് സിസ്റ്റത്തിൽ നമ്മൾ സൈക്കിൾ 1, സൈക്കിൾ 2, സൈക്കിൾ 3 ഉണ്ട്. സൈക്കിൾ 2 എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള അംഗീകാരമാണ്. ഇനി UK കരിക്കുലം ആണെങ്കിൽ അതെന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് പ്ലസ് ആയിരിക്കും, 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ. ഓക്കെ, അവർക്ക് 13 years ഉണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിൽ ഇത് ഹൈലൈറ്റ് ആണ്. പിന്നെ ഞാൻ സ്പൗസ് വിസയിലാണുള്ളത്. അപ്പോൾ സ്പൗസ് വിസ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഹസ്ബൻഡ് വിസ ഉള്ളവർക്ക്. അപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലാത്തവർ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ വിസിറ്റിംഗ് വിസ എന്ന് എഴുതരുത്. കാരണം അവർ വിളിച്ചു കഴിഞ്ഞ് നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ എന്നുള്ളത് എഴുതരുത്. വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞ് നമ്മൾ നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അവർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നമ്മൾ വിസിറ്റിംഗ് വിസയിലാണുള്ളത്. സോ നമ്മളത് പെർമനൻ്റ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹസ്ബൻഡ് വിസയിലേക്ക് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കമ്പനി വിസയിലേക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ നമ്മൾ പോസിറ്റീവായി സംസാരിച്ച് അവരെ കയ്യിലെടുക്കണം. ഓക്കെ, സോ പിന്നെ ഇവിടെ എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ് നാഷണാലിറ്റി, എൻ്റെ പ്ലേസും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ക്ലിയർ ആയിട്ട് കൊടുത്തു. കാരണം ഇവിടെ MSc എന്നൊക്കെ കൊടുത്തുള്ളൂ. ഇവിടെ MSc Space and Science Technology, BSc Physics, B.Ed in Physical Science എന്നുള്ള കൊടുത്തു. പിന്നെ പ്രൊഫഷണൽ പ്രൊഫൈലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നോളജബിൾ ഫിസിക്സ് ടീച്ചർ ഓർ സെക്കൻഡറി സയൻസ് ടീച്ചർ, ടാലന്റഡ് ഇൻ ഡിസ്ക്രൈബിംഗ് സയൻസ് ബിഹൈൻഡ് ഇൻ ഫണ്ണി ആൻഡ് എഫക്റ്റീവ് വേ, ഫോക്കസ്ഡ് ഓൺ ഇൻസ്ട്രക്ടിംഗ് സ്റ്റുഡൻസ് ടു അനലൈസ് ആൻഡ് അപ്ലൈ concepts using established formulas and on physical science theories, laws and applications, motivated to inspire students to employ critical thinking when approaching physics problems by relating issues to the physical world, employs hands-on experiments and activities to teach basic concepts, able to utilize creative skills to design and implement well-received lesson plans and program structure. So ഇത്ര എഴുതിക്കൊണ്ട് ഞാനിവിടെ എന്താണ്
കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ എഴുതി വെച്ചേക്കാണ് ഇവിടെ. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് നമുക്ക് സയൻസ് ലാബിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കാം, ഏതൊക്കെ ലോസ് യൂസ് ചെയ്യാം, അതുപോലെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അവർ ചോദിക്കേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ ഞാനിവിടെ എഴുതി വെച്ചേക്കാണ്. വേണമെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്കും കോപ്പി ചെയ്യാവുന്നതാണ്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് വിച്ച് മീറ്റ് ദ ഫിസിക്കൽ emotional, intellectual, social and creative needs of children, empathetic listener and persuasive speaker, effectively consult students and parents on goals. കാരണം ഇതൊക്കെ എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ UAE ഏറ്റവും അധികം അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം, കുട്ടികളുടെ കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ പേരൻസിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ നമ്മളൊരു പേരൻസ് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ നന്നായിട്ട് അവരെ ക്യാൻവാസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം. സോ അത് അവർ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. സോ ഞാനതിവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിൽ ഒരു കവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ജെംസ് കേംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, അജ്മാൻ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുളന്തുരുത്തിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല സ്കൂളിൽ. ഇതൊക്കെ കേരള സ്റ്റേറ്റ് സിലബസ് ആണ് കേട്ടോ. പക്ഷെ അത് ഞാൻ ഫ്രണ്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് സിലബസിൻ്റെ കാര്യം. വേണമെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യായിരുന്നു. ഇനി പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഹാവിങ് എ പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അപ്രോച്ച് ഓഫ് ടീച്ചിങ്, ദെൻ ഹാർഡ് വർക്കിംഗ് ആണ്, ഹാവിങ് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രോച്ച്, ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ പ്രൊഫഷണൽ ആട്രിബ്യൂട്ട്സിലേക്ക് വരുമ്പോൾ ഓൾവേസ് സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ്, ഹൈലി ഓർഗനൈസ്ഡ് വിത്ത്, അതെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. കണ്ടോ, ഓൾവേസ് സ്റ്റുഡൻസ് ഫോക്കസ്ഡ്. ടീച്ചിങ് സ്ട്രാറ്റജീസ്, ബിൽഡിംഗ് ആസ്പിറേഷൻസ് വിത്ത് പീപ്പിൾ, എബിലിറ്റി ടു ബ്രിങ് ടീച്ചിങ് ഇൻ ലൈഫ്, എക്സ്പ്ലെയിനിങ് തിങ്സ് ഇൻ എ way that students will able to understand, knowledgeable about all areas of teaching, supporting pupil എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ChatGPT ഉണ്ടല്ലോ, ChatGPTയിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഇത് വരും. അതിൽ ടീച്ചിങ് ആട്രിബ്യൂട്ട്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ ലിസ്റ്റ് വരും. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ എക്സ്പീരിയൻസ് ഇൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതും ഞാൻ ChatGPTയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കുക, അപ്പോൾ ഇത് കിട്ടും. അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ വയ്ക്കാം. അതിൽ എന്താണ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. സോ നമുക്കിത് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. ഇവിടെ ആൻസേഴ്സ് ഉണ്ട്. കരിക്കുലം പ്ലാനിങ്, ലെസൺ പ്ലാനിങ്, ഇൻസ്ട്രക്ഷൻസ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, അസസ്മെൻറ്റ്, ഡിഫറൻസിയേഷൻ, lab supervision, resource management, technology and integration, parents and guardian communication, professional development, collaboration, individualized support, data analysis, cultivating scientific inquiry, then cultural competence, professionalism, extracurricular involvement, continuous improvement. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് അറിയാമെന്നുള്ളത് എഴുതാനും പറ്റും, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നായിരിക്കും മിക്കവാറും തന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് കാണുമ്പോൾ നമ്മളങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വെക്കുവാണ് അവരെ. പിന്നെ മാത്രമല്ല അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറാണ് നമ്മുടെ CV പിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ ടേംസ് ഉണ്ടല്ലോ, ആ ടേംസ് ഉള്ളതിനെയാണ് കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുക. സോ ആ ടേംസ് എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. ടെക്നിക്കൽ സ്കിൽസ് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്ന്. കാരണം ഇവിടെ UAEയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയും പേപ്പർ വർക്ക് ചെയ്യുന്നതേ ഇല്ല, കമ്പ്യൂട്ടറാണ്, കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ നമുക്ക് MS ഓഫീസും അതുപോലെ ഈ കണ്ടന്റ് പ്രിപ്പറേഷൻ, PPT മേക്കിംഗ്, ക്വാളിഫൈഡ് ടൈപ്പിംഗ് സ്പീഡൊക്കെ എഴുതാം. പിന്നെ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എഴുതാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റഡ് റിസർച്ച് വർക്ക് ഇൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസ്ഡ്, അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഫസ്റ്റ് സ്കൂളായിട്ടുള്ള IAS അജ്മാനിൽ അത് സ്കൂളിന് മൊത്തം ആയിട്ട് നമുക്ക് കിട്ടിയതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പോൾ നമുക്കും സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് കിട്ടുമായിരുന്നു. സോ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. KTET പാസ്സായിട്ടുണ്ട്, പിന്നെ TLS പാസ്സായിട്ടുണ്ട്.
അങ്ങനെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹോബീസ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഹോബീസ് എഴുതുമ്പോൾ എപ്പോഴും സംതിങ് റിലേറ്റഡ് ടു സ്കൂൾ എന്നുള്ളത് നമുക്ക് എഴുതാം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, റീഡിംഗ് ഒക്കെ എഴുതാം. കുക്കിംഗ് ഞാൻ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കിംഗ് എനിക്ക് ഭയങ്കര പാഷനാണ്. നമുക്കൊരു ചാനലും കൂടി ഉണ്ടല്ലോ കുക്കിങ്ങിൻ്റെ, ഉണ്ട് കേട്ടോ, ഇതേ സെയിം പേര് തന്നെയാണുള്ളത്. സോ കുക്കിംഗ് ഒക്കെ അവിടെ ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് കേംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുക്കിംഗ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഡിക്ലറേഷൻ, ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ CV കംപ്ലീറ്റഡ് ആണ്. സോ ഐ തിങ്ക് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റഡ് CV ആണ്. നിങ്ങളും തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ കേട്ടോ. I hope this video is very useful. If it is useful, you can like, share, comment. Okay, sharing is very important because some of the teachers are very struggling with job hunting, right? So it will be a helpful thing for them. CV making is a basic thing anyway. Okay, അതുകൊണ്ടിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പോൾ നാളെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye, dears.